ഭയങ്കര ഉഴപ്പാണ് ഈ കൊച്ചിനെ. എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ ഒന്ന് ശരിയാക്കി എടുക്കും, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. Johnny, Yes, Papa. eating sure, No, Papa. telling lie, No, Papa. opening your mouth. അവനെല്ലാം അറിയാലോ, പിന്നെന്താ കുഴപ്പം? അതല്ലെന്ന്. ഇതല്ലല്ലോ, ഇതിനാണോ കുട്ടികളി കളിക്കാനാണോ? നഴ്സറി സ്കൂളിലെ റൈംസ് പാടാനല്ലല്ലോ പറഞ്ഞത്. എടാ പഠിക്കണ്ടടാ, എന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ജനിച്ചേക്കുന്നത്? പറയിപ്പിക്കാനായിട്ട് അല്ല, ഇനി ഇവനെ തല്ലിയിട്ടൊന്നും കാര്യമില്ല സാറേ. ശരിക്കും ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവനെ നമുക്ക് നല്ലൊരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വേണം. എന്തൊക്കെയാ ഒരു 3 കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, സവാള, തക്കാളി. ക്യാരറ്റ്, സവാള, തക്കാളി. ക്യാരറ്റ്, സവാള, തക്കാളി അല്ല, അത് 3 കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ സാമ്പാർ നമുക്ക് കിടക്കാച്ചി. എന്റെ ഫോനെ കിടക്കാച്ചി ആകട്ടെ, ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കിടക്കാച്ചി ആക്കിയാൽ മതി. ചെല്ലാം അങ്ങോട്ട്. അപ്പൊ സാറിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്തായിരുന്നു? ക്യാരറ്റ്, സവാള, തക്കാളി. അയ്യോ, അതല്ല, അത് സാമ്പാർ. സാമ്പാർ. വേറെ 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന് പേഴ്സണാലിറ്റി, പിന്നെ പങ്ക്ച്വാലിറ്റി, പിന്നെ നീറ്റ്നെസ്. ഇത് 3ഉം ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ കുട്ടീനെ നല്ല രീതിയിൽ നമുക്കൊന്ന് വളർത്തിയെടുക്കാം. ഇത് 3 ഏത് കട മേടിക്കാൻ കിട്ടും? പൈസ നോക്കണ്ട, കാരണം ഇവൻ പഠിച്ച് കണ്ടാൽ മതി. കാശ് കട മറിച്ചിട്ട് വേണമെങ്കിൽ ഞാനത് മേടിക്കാം. ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന സാധനം ഒന്നും അല്ല. എല്ലാം നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത്? ഇത് എന്ത് വർത്താനം പറയും? ഇത് മേടിച്ചു കൊടുക്കാന്ന് പറയാം, അതും പറ്റത്തില്ല. ഇത് മേടിച്ചു കൊടുത്തില്ലെന്ന് പറയാം, എന്റെ കൊച്ചിന്റെ മാർക്ക് പറയുന്നത്. എന്തായാലും ആവട്ടെ, ഞങ്ങൾ ശരിയാക്കി എടുക്കണം. നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ പോയിരുന്നു ചെല്ലി പോ. അല്ലല്ല, പിന്നെ എന്റെ കൊച്ചിന്റെ സ്വഭാവം ഒന്നും വലിയ കുഴപ്പമില്ലല്ലോ. അയ്യോ എന്റെ പൊന്നു, അത് പറയാൻ മറന്നുപോയി. അച്ചടക്കം തീരെയില്ല. എന്തൊക്കെ വർത്തമാനങ്ങളാണ് ഈ കൊച്ചിന്റെ വായിന്ന് വരുന്നത്. തെറിയ പറയുന്നറിയാമോ? എന്റെ മോനോ? എന്റെ മോൻ തെറി പറയുന്ന എന്റെ ലൈഫിൽ. നീ നിന്റെ കൂടെ പഠിക്കുന്ന മനുവിനെ കഴിഞ്ഞ ദിവസം തെറി വിളിച്ചില്ലേ? നീ തെറി? ഇല്ല, വിളിക്കത്തില്ല. കാരണം എന്റെ കുടുംബത്തിൽ ആരും തെറി പറയത്തില്ല. ഒരു മിനിറ്റ്, ചിലപ്പം എന്റെ ഭാര്യയുടെ മൂത്ത സഹോദരനുണ്ട്, അവന്റെ വായിന്നായിരിക്കും ഇവനിത് പഠിച്ചത്. അവനെ പോലെ ഒരു നാറി തെണ്ടി വായി നോക്കി ഒരു നായിന്റെ മോൻ അവന്റെ വായിന്നായിരിക്കും. മനസ്സിലായി. ഇതൊക്കെ ഏത് വഴിയാ വരുന്നെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. എല്ലാം മനസ്സിലായി. ഇനി കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം കുറച്ച് ശ്രദ്ധിക്കാൻ നോക്ക്. ഞാനെന്ത് പോയിരുന്നു. ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം.